ഈശോ മിശിഹായിൽ ഏറെ പ്രിയപ്പെട്ടവരെ, 8 നോമ്പിൻ്റെ 3-ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സുവിശേഷത്തിലൂടെ തിരുസഭ നമ്മുടെ ധ്യാനത്തിനായി തരുന്നത് എളിമയെന്ന വലിയ ആത്മീയ ഗുണമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി ഈശോ ഒരു ശിശുവിനെ നടുവിൽ നിർത്തിക്കൊണ്ട് പറയുന്നു, ഒരു ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. എന്തുകൊണ്ടാണ് ഈശോ എളിമയ്ക്ക് ഇത്രയധികം പ്രാധാന്യം നൽകിയത്? കാരണം എളിമയില്ലാത്ത ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ സാധിക്കില്ല. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ ദൈവദൂതൻ ദാനിയേലിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ആ ദിനം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നതും ദൈവാനുഭവം നമ്മുടെ ഉള്ളിൽ നിറയുന്നതും നാം നമ്മെ തന്നെ അവിടുത്തെ മുൻപിൽ എളിമപ്പെടുത്തുമ്പോഴാണ്. ഈ എളിമയുടെ ഏറ്റവും ഉന്നതമായ മാതൃകയായി ശോഭിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. മറിയത്തിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അഹങ്കരിക്കാനും താൻ എന്തൊക്കെയോ ആണെന്ന് ചിന്തിക്കുവാനും എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. തൻ്റെ ഉദരത്തിൽ വസിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷകനായ ദൈവപുത്രനാണെന്ന് ഗബ്രിയേൽ മാലാഖയിലൂടെ അമ്മ അറിഞ്ഞതാണ്. എന്നിട്ടും ആ അറിവ് അവളിൽ ഉണ്ടാക്കിയത് അഹങ്കാരമല്ല, മറിച്ച് എളിമ നിറഞ്ഞ ശുശ്രൂഷ മനസ്സാണ്. ദൈവമാതാവെന്ന വലിയ പദവി ലഭിച്ചിട്ടും 6 മാസം ഗർഭിണിയായ തൻ്റെ ബന്ധു എലീശുവായെ സന്ദർശിക്കുവാനായി കുന്നിൻ പ്രദേശങ്ങളിലൂടെയും ഒട്ടും മടിയില്ലാതെ ഓടിയെത്തിയ മറിയത്തിൻ്റെ എളിമ നാം കാണുന്നു. സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയ എളിമ. കാനായിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ കുടുംബത്തിൻ്റെ വിഷമം മനസ്സിലാക്കി എളിമയോടെ മകൻ്റെ മുമ്പിൽ മാധ്യസ്ഥ്യം വഹിക്കുന്ന പരിശുദ്ധ കന്യകാമറിയം. സ്വന്തം മകൻ ദൈവമാണെന്നറിഞ്ഞിട്ടും അവിടുത്തെ ദൈവഗതിയുടെ മുൻപിൽ സ്വയം ചെറുതായി അവിടുത്തെ തിരുഹിതത്തിന് പൂർണ്ണമായി കീഴടങ്ങിയവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പവിത്രമായ എളിമയോടെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് സകല തലമുറകളും അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മിലേക്ക് കടന്നുകൂടാവുന്ന ഒന്നാണ് അഹങ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചെറിയൊരു വിജയമോ സ്ഥാനമാനങ്ങളോ സമ്പത്തോ സമൂഹത്തിലൊരു അംഗീകാരമോ ലഭിക്കുമ്പോൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന അഹങ്കാരം തലപൊക്കാറുണ്ട്. ഇതൊക്കെ എൻ്റെ മിടുക്കുകൊണ്ടുണ്ടായതാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണ് എന്ന ചിന്ത വരുന്നത് പാപത്തിൻ്റെ ആരംഭമാണ്. എന്നാൽ നാം തിരിച്ചറിയണം, നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ജീവനും ആരോഗ്യവും കഴിവുകളും അവിടുന്ന് തന്നതാണ്. നാം നമ്മെ തന്നെ ഉയർത്തുമ്പോൾ ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും സ്വയം ചെറുതാകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയെത്തുന്നു. മാതാവ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. എളിമയെന്നാൽ നമ്മെ തന്നെ തരം താഴ്ത്തലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടത്തേക്ക് മഹത്വം നൽകലാണ്. ഞാനെന്ന അഹങ്കാരം കുറയുമ്പോഴേ ദൈവമെന്ന യാഥാർത്ഥ്യം നമ്മിൽ വലുതാകൂ. ആ വിനീത ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന് വസിക്കുവാൻ സാധിക്കൂ. ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെ കോട്ടകളെ തകർത്ത് മറിയത്തെ പോലെ എളിമയുള്ളവരാകാൻ നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എളിമയുടെ മാതൃകയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഞാൻ എന്ന അഹങ്കാരത്തെ മാറ്റി ഒരു ശിശുവിൻ്റേത് പോലുള്ള വിനീത ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിന്നെപ്പോലെ സ്വയം താഴാനും ദൈവത്തിന് സന്തോഷത്തോടെ വസിക്കാൻ പാകമുള്ള പവിത്രമായ ആലയമായി ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റാനും ഞങ്ങൾക്കായി നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ.
യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ് വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.